ആകാശവാണി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 133-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. मेरे प्यारे देशवासियों, नमस्कार. രാജ്യത്തെ സിവിൽ ആണവോർജ്ജ പദ്ധതിയുടെ പുരോഗതി പരാമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത്ത് പരിപാടിയുടെ 133-ാം ഭാഗത്തിന് തുടക്കമിട്ടത്. साथियों, भारत ने विज्ञान को हमेशा देश की प्रगति से जोड़कर देखा है. इसी सोच के साथ हमारे वैज्ञानिक सिविल न्यूक्लियर प्रोग्राम को आगे बढ़ा रहे हैं. ഭാരതത്തിന്റെ ഈ ആണവ പദ്ധതി കർഷകർ മുതൽ നവസംരംഭകർ വരെയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും ഏറെ സഹായകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് തമിഴ്നാട്ടിലെ കൽപ്പാക്കം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ക്രിട്ടിക്കാലിറ്റി കൈവരിച്ച് പ്രവർത്തന സജ്ജമായ കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. तमिलनाडु के कलपक्कम में फास्ट ब्रीडर रिएक्टर ने क्रिटिकलिटी हासिल कर ली है. दरअसल क्रिटिकलिटी वह स्टेज है जिसमें रिएक्टर पहली बार सेल्फ सस्टेनिंग न्यूक्लियर चेन रिएक्शन में सफलता हासिल करता है. കാറ്റിൽ നിന്നുള്ള ഊർജ്ജം രാജ്യത്ത് ഒരു പുതിയ വികസന ഗാഥ രചിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഭാരതത്തിന്റെ കാറ്റിൽ നിന്നുള്ള വൈദ്യുതോൽപാദന ശേഷി 56 ഗിഗാവാട്ട് പിന്നിട്ടു. വിൻഡ് എനർജിയിൽ ഭാരതം ഇന്ന് ലോകത്ത് 4ാം സ്ഥാനത്താണ്. ഇത് നമ്മുടെ എഞ്ചിനീയർമാരുടെ കഠിനാധ്വാനവും യുവാക്കളുടെ പരിശ്രമവും രാഷ്ട്രത്തിന്റെ കൂട്ടായ ഇച്ഛാശക്തിയുടെ പ്രതീകവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. मेरे प्यारे देशवासियों, मन की बात में आज मैं एक ऐसी शक्ति की बात करना चाहता हूं जो अदृश्य है, लेकिन जिसके बिना हमारा जीवन एक पल भी न चले. यही ताकत भारत को आगे बढ़ा रही है. ये हमारी पवन शक्ति है. വരാനിരിക്കുന്ന മെയ് മാസം പവിത്രമായ ബുദ്ധപൂർണിമയോടെയാണ് ആരംഭിക്കുന്നതെന്ന് അനുസ്മരിച്ച പ്രധാനമന്ത്രി ഏവർക്കും ബുദ്ധപൂർണിമ ആശംസകൾ നേർന്നു. ലോകം നേരിടുന്ന സമ്മർദ്ദങ്ങളും സംഘർഷങ്ങളും കണക്കിലെടുക്കുമ്പോൾ ബുദ്ധന്റെ ചിന്തകൾക്ക് ഇന്ന് പ്രാധാന്യമേറി വരികയാണ്. ശ്രീബുദ്ധന്റെ പ്രബോധനങ്ങൾക്ക് ലോകമെമ്പാടും പ്രചാരമേറി വരികയാണെന്ന് തെക്കേ അമേരിക്കയിലെ ചിലിയിലുള്ള ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങളെ പരാമർശിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു. ബുദ്ധമത പാരമ്പര്യം നമ്മെ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതാണെന്നും 100 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന വനസമാനമായ കർണാടകയിലെ കർമ്മ മൊണാസ്ട്രി ഇതിനൊരു ഉത്തമ ഉദാഹരണമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. साथियों, मई महीने की शुरुआत एक पावन अवसर के साथ होने जा रही है. कुछ ही दिनों में हम बुद्ध पूर्णिमा मनाएंगे. मैं आप सभी देशवासियों को अपनी अग्रिम शुभकामनाएं देता हूं. രാജ്യത്തെ സംബന്ധിക്കുന്ന സർവ്വതല സ്പർശിയായ പരാമർശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടി ദീർഘവീക്ഷണമുള്ള വികസന ലക്ഷ്യങ്ങളാണ് നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നതെന്ന് അധ്യാപകനായ ഡോക്ടർ ഹരികൃഷ്ണ ശർമ്മ അഭിപ്രായപ്പെടുന്നു. ഭാരതത്തിൻ്റെ സമാദരണീയനായ പ്രധാനമന്ത്രി എന്നത്തെയും പോലെ മൻ കി ബാത്തിലൂടെ ഭാരതത്തിൻ്റെ സമഗ്രവും ഭാസുരവുമായ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ ഇന്നാട്ടിലെ ഏറ്റവും സാധാരണക്കാരനായ പൗരൻ്റെയും ഒരുപക്ഷെ ഒട്ടും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഭവത്തിൻ്റെയും തൊട്ട് ആഗോള ശ്രദ്ധ ആകർഷിക്കുന്ന ഭാരതീയമായ ഒരു ഘടകത്തിൻ്റെ വരെ പ്രാധാന്യത്തെ ശ്രദ്ധയോടെ നമുക്ക് ബോധിപ്പിച്ചു തന്നിരിക്കുകയാണ്. അത് ഊർജോത്പാദന മേഖല മുതൽക്ക് സുർത്തി ചീസ് വരെ സുദീർഘമായി നീളുന്നൊരു പട്ടികയാണെന്നത് ഭാരതം എത്രമേൽ സമൃദ്ധമാണെന്നതിന് ഉദാഹരണമാണ്. ഇനിയും ഉപയോഗിക്കപ്പെടാത്ത എത്രയോ വിഭവങ്ങൾ ഒരു വികസിത രാഷ്ട്രമെന്ന ലക്ഷ്യത്തിലേക്കുള്ള ഭാരതത്തിൻ്റെ പ്രയാണത്തിന് ഇന്ധനം പകരുന്നുണ്ടെന്ന തിരിച്ചറിവാണ് ഇന്ന് അദ്ദേഹം ശ്രോതാക്കളിൽ ജനിപ്പിച്ചത്. ഇന്നത്തെ മൻ കി ബാത്ത് രാജ്യത്തിൻ്റെ ഊർജ്ജ സുരക്ഷയെ വളരെ സമഗ്രമായി അവതരിപ്പിക്കുന്ന ഒരു ചിന്താപരമായ സന്ദേശമായിരുന്നു. ആഗോളതലത്തിൽ പ്രത്യേകിച്ച് ഇറാൻ മേഖലയുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ കാരണം ഊർജ്ജ വിതരണത്തിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ സ്വയം പര്യാപ്ത ഊർജ്ജ നയം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടുള്ള ബീറ്റിംഗ് ദ റിട്രീറ്റ് പരിപാടിയിലെ ഭാരതീയ സംഗീതത്തിന്റെ ഉൾച്ചേർക്കൽ പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. ബീറ്റിംഗ് റിട്രീറ്റിന്റെ സംഗീതം ആദ്യമായി വേവ്സ് OTTയിൽ ലഭ്യമാണ്. ഭാവിയിൽ മറ്റ് പ്ലാറ്റ്ഫോമുകളിലും ഇത് ലഭ്യമാകുമെന്നും എല്ലാവരും അത് കേൾക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പതിവ് പോലെ പരിസ്ഥിതിയുടെ പ്രാധാന്യം വിവിധ ഉദാഹരണങ്ങളിലൂടെ പ്രധാനമന്ത്രി പരാമർശിച്ചു. മഴക്കാലം കഴിഞ്ഞാലുടൻ റാൻ ഓഫ് കച്ചിലെത്തുന്ന ഫ്ലമിംഗോ പക്ഷിക്കൂട്ടം കച്ചിലെ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ മനോഹരമായ പ്രതീകമായി മാറിയിരിക്കുന്നു. ഉത്തർപ്രദേശിലെ ഗജമിത്ര പോലുള്ള ശ്രമങ്ങളും ഛത്തീസ്ഗഡിലെ കൃഷ്ണമൃഗങ്ങളുടെ മടങ്ങിവരവും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രതിഫലനങ്ങളാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മരുഭൂപ്രദേശങ്ങളുടെ മുഖമുദ്രയായിരുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിന്റെ സംരക്ഷണത്തിലും സമാനമായ പ്രതീക്ഷകൾ ദൃശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. पहले बात कच्छ के रण की. बरसात खत्म होते ही यहाँ की धरती जीवंत हो जाती है. हर साल लाखों फ्लेमिंगो यहाँ आते हैं.
पूरा इलाका गुलाबी रंग से रंग जाता है, इसलिए इसे फ्लेमिंगो सिटी कहा जाता है। ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി മുന്നോട്ട് വച്ച ആശയങ്ങൾ പ്രചോദനാത്മകവും അതിലേറെ അഭിനന്ദനാർഹവുമാണെന്ന് സാമൂഹ്യ പ്രവർത്തകനായ തിരൂർ രവീന്ദ്രൻ പറഞ്ഞു. നമ്മുടെ രാഷ്ട്രപ്രധാനമന്ത്രി എത്ര വീക്ഷണത്തോടു കൂടിയാണ് നമ്മുടെ സർവ്വസാധാരണക്കാർ മുതൽ ശാസ്ത്രജ്ഞന്മാർ വരെയുള്ള ആളുകൾ അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ളതിൽ വലിയ അത്ഭുതവും ആകാംക്ഷയും തോന്നാറുണ്ട്. ഇത്തവണത്തെ എപ്പിസോഡിൽ അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് കൈവരിക്കപ്പെടുന്ന അതിനൂതനമായ കുതിച്ചുചാട്ടത്തെക്കുറിച്ചും അതോടൊപ്പം തന്നെ നിത്യജീവിതത്തിൽ നാം ആചരിക്കേണ്ട, അനുഷ്ഠിക്കേണ്ട, പ്രത്യേകിച്ച് വിദ്യാർത്ഥി ജീവിതത്തിൽ വെക്കേഷൻ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ചെറുതെന്ന് തോന്നുന്ന കാര്യങ്ങളെക്കുറിച്ച് വരെ അദ്ദേഹം എത്ര വിശാലമായ അർത്ഥത്തിലാണ് നമ്മളോട് നമ്മുടെ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംവദിച്ചു എന്നത് വലിയ അത്ഭുതവും അതുപോലെ തന്നെ ഉത്സാഹവും തോന്നുന്ന കാര്യങ്ങളാണ്. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന വ്യത്യസ്ത മേഖലകളിലെ പ്രകൃതി വിഭവങ്ങളെക്കുറിച്ച്, പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് എല്ലാം അദ്ദേഹം നമ്മളെ ഉത്ഭുതരാക്കുന്നുണ്ട്. സർവ്വ മേഖലകളിലും നേരത്തെ സൂചിപ്പിച്ച പോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തും കാർഷിക മേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും എല്ലാറ്റിലും തനതായിട്ടുള്ള സ്വദേശീയമായ കാര്യത്തെ ചേർത്ത് നിർത്താൻ അദ്ദേഹം നടത്തുന്ന പരിശ്രമവും അദ്ദേഹം നടത്തുന്ന പ്രേരണയും വളരെ അത്ഭുതകരമായിട്ടാണ് എനിക്ക് നോക്കിക്കാണാൻ സാധിച്ചത്. വടക്ക് കിഴക്കൻ മേഖലയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി അവിടുത്തെ മുള അധിഷ്ഠിത സംരംഭങ്ങളെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി നടന്നുവരുന്ന ഉദ്യമങ്ങളും നിയമപരിരക്ഷയും ഈ വ്യവസായത്തെ പരിപോഷിപ്പിക്കാൻ സഹായകമായതായി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. ഭാരതത്തിലെ ബാംബു മേഖലയിലെ വിജയഗാഥകളുടെ പട്ടിക വളരെ വലുതാണെന്നും ഈ മേഖലയിൽ നിന്നുള്ള ഏതെങ്കിലും മുള ഉൽപ്പന്നങ്ങൾ നാം ഓരോരുത്തരും വാങ്ങണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഈ മാസം ആദ്യം ഫ്രാൻസിലെ ബോർഡോയിൽ യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽസ് ഒളിമ്പിയാഡിൽ ഭാരതത്തിൽ നിന്നുള്ള പെൺമക്കൾ കൈവരിച്ച നേട്ടം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഗണിതശാസ്ത്രത്തിൽ അതീവ താൽപര്യമുള്ള സ്കൂൾ വിദ്യാർത്ഥിനികൾക്കുള്ള ഒരു പ്രധാന മത്സരമായിരുന്നു ഇത്. മുംബൈയിൽ നിന്നുള്ള ശ്രേയ മുണ്ട, തിരുവനന്തപുരത്ത് നിന്നുള്ള സഞ്ജന ചാക്കോ, ചെന്നൈയിൽ നിന്നുള്ള ശിവാനി ഭരത് കുമാർ, കൊൽക്കത്തയിൽ നിന്നുള്ള ശ്രീമോയി ബേര എന്നിവരായിരുന്നു സംഘത്തിൽ. നമ്മുടെ ടീം ലോകത്ത് 6ാം സ്ഥാനത്തെത്തി. സ്വർണ്ണ മെഡൽ നേടി ശ്രേയ ചരിത്രം കുറിച്ചു. തങ്ങളുടെ ഈ നേട്ടത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ രാജ്യത്തെ അറിയിച്ചതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഈ പരാമർശം ഏറെ പ്രചോദനാത്മകമാണെന്നും ഒളിമ്പ്യാഡിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ സഞ്ജന ഫിലോ ചാക്കോ പറഞ്ഞു. ഈ വർഷം ഫ്രാൻസിലെ ബോർഡോയിൽ നടന്ന യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ പങ്കെടുക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. ഏപ്രിൽ 9 മുതൽ ഏപ്രിൽ 15 വരെ ആയിരുന്നു മത്സരം. ഈ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഇന്ത്യയ്ക്ക് വേണ്ടി വെള്ളി മെഡൽ നേടാനും എനിക്ക് കഴിഞ്ഞു. മൻ കി ബാത്ത് എന്ന പരിപാടിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ ഈ മികച്ച പ്രകടനത്തിനെ കുറിച്ച് പരാമർശിച്ചു. പ്രധാനമന്ത്രിയുടെ ഈ പരാമർശം എനിക്ക് ഏറെ അഭിമാനവും സന്തോഷവും നൽകുന്നു. കൂടുതൽ താൽപര്യത്തോടെ ഗണിതശാസ്ത്രം പിന്തുടരാൻ ഇതൊരു വലിയ പ്രചോദനമാണ്. 2027 സെൻസസ് സംബന്ധിച്ച പ്രാരംഭ പ്രവർത്തനങ്ങൾ രാജ്യത്ത് ആരംഭിച്ചിരിക്കുന്ന വിവരം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഓർമ്മിപ്പിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസാണിതെന്നും എല്ലാവരും ഈ പ്രക്രിയയിൽ പങ്കാളികളായി സെൻസസ് 2027 വിജയകരമാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. मेरे प्यारे देशवासियों, हमारे देश में इस समय एक बहुत अहम अभियान चल रहा है जिसके बारे में हर भारतीय को जानकारी होनी जरूरी है. ये है जनगणना का अभियान. ഭാരതത്തിന്റെ ക്ഷീരമേഖല ഗണ്യമായ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്നും ഈ മേഖലയിലെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമ്മുടെ പരമ്പരാഗത രുചികൾക്ക് ഒരു പുതിയ സ്വത്വം നൽകിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ ചീസ് ആഗോളതലത്തിൽ അതിന്റെ കീർത്തിമുദ്ര പതിപ്പിക്കുന്നു. साथियों, हमारे देश में खाने पीने की परंपरा सिर्फ स्वाद तक सीमित नहीं रही है. इसी परंपरा का एक दिलचस्प हिस्सा है भारत की चीज. വരാനിരിക്കുന്ന മെയ് മാസം മഹാകവി രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മദിനവും ഒപ്പം തന്നെ 1857 1ാം സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മരണകൾ ഉണർത്തുന്നതുമാണെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ടാഗോറിന് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഈ മധ്യവേനൽ അവധിക്കാലം ആസ്വാദ്യകരമാക്കണമെന്ന് കുട്ടികളോട് ആവശ്യപ്പെട്ട അദ്ദേഹം വേനൽക്കാലത്ത് ആരോഗ്യകാര്യങ്ങളിൽ ഏവരും അതീവ ശ്രദ്ധ പുലർത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ 133ാം അധ്യായം അവസാനിപ്പിച്ചത്. गर्मियों के इस मौसम में आप सभी अपने स्वास्थ्य का भी पूरा ध्यान रखें. अगले महीने आपसे फिर मुलाकात होगी कुछ नए विषयों के साथ, देशवासियों की कुछ नई उपलब्धियों के साथ. बहुत बहुत धन्यवाद. नमस्कार. നിങ്ങൾ ഇതുവരെ കേട്ടത്
പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 133-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരുപ്പാറ.